ഹലോ ആൻഡ് വെൽക്കം. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഉള്ളത് അഞ്ജു ആണ്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് വുമൻസ് ആണ്. സോ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ്, അത് എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ താങ്ക് യു അഞ്ജു. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഈസ് നോട്ട് സംതിങ് യു ഫൈൻഡ്, ദാറ്റ് ഈസ് സംതിങ് യു ക്രിയേറ്റ്. കാരണം നമുക്ക് ഒരിക്കലും അത് വർക്ക് ലൈഫ് ബാലൻസ് ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ റാൻഡമായി കിട്ടുന്ന ഒരു സംഭവമല്ല. നമ്മളത് തന്നെത്താനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പം എന്താണ് അഞ്ജുവിന്റെ ഒരു ടിപ്പ് അഞ്ജുവിന് ഷെയർ ചെയ്യാനുള്ളത്? എങ്ങനെയാണ് അഞ്ജു അതിനെ ഹെൽത്തി ആയിട്ട് ആ വർക്ക് ലൈഫ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? Okay, first of all, thank you Disney for inviting me for this podcast. എനിക്ക് തോന്നുന്നത് വർക്ക് ലൈഫ് ബാലൻസ് അതൊരു കോംപ്ലക്സ് ടോപ്പിക്കാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് 50% വർക്ക് 50% ലൈഫ്, അങ്ങനെ ഒരു ബാലൻസ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ കണക്ക് ആരും കയ്യിൽ കൊണ്ടുതരത്തില്ല. വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് ബാലൻസ്. അതിന് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണം. പക്ഷെ എന്റെ അഭിപ്രായത്തില് നമ്മളിപ്പോ വർക്ക് ആണെങ്കിലും ശരി, ലൈഫ് ആണെങ്കിലും ശരി, പ്രയോറിറ്റൈസ് ചെയ്യണം. ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ, ഈവൻ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡിസിപ്ലിൻ. കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ച് എന്റെ വർക്ക് ഷിഫ്റ്റ് അവേഴ്സ് എന്ന് പറയുന്നത് 7 to 3:30 ഫിക്സ്ഡ് ആണ്. രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ആ ഒരു സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ആ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അത് ഫ്ലോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡിസിപ്ലിനിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് തോന്നുന്നു. ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമുക്ക് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിസിപ്ലിനും ടൈം മാനേജ്മെന്റ് എല്ലാം വേണം. അതാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വർക്ക് ലൈഫ് ബാലൻസ് മാനേജ്. എന്തെങ്കിലും ജോലിയിൽ എന്തെങ്കിലും ഒരു ടിപ്പ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ജോലിനെ ഈസി ആക്കാനായിട്ട്? എന്തെങ്കിലും ഒരു ടിപ്പ്, ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കത് മസ്റ്റ് ആയിട്ടും ഒരു ടാസ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് അത് എഴുതി വെക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ജോലിയിലോ വീട്ടിലോ ഫോളോ ചെയ്യാറുണ്ടോ? അതെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് എന്റെ വർക്കില് എനിക്കൊരു ഗുണം എന്ന് തോന്നിയിട്ടുള്ളത്, എനിക്കൊരു ഓഫീസ്, എന്റേതായ ഒരു ഓഫീസ് മുറിയുണ്ട്. അപ്പൊ അവിടെ എനിക്ക് അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ മെന്റൽ ക്ലട്ടർ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഓക്കെ, അത് ചെയ്യണം ഇത് ചെയ്യണം. നമ്മൾ ഒരു ടാസ്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അയ്യോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, ആ ഒരു ഇത് വരും. അത് ആങ്സൈറ്റിയും അങ്ങനത്തെ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ നയിക്കും. അപ്പൊ എനിക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ടാസ്ക് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെക്കും. ഞാൻ ഈ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബിഫോർ ലഞ്ച് ബ്രേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ എഴുതിയിടും. അപ്പൊ നമുക്ക് ആ ഒരു മെന്റൽ ക്ലട്ടർ കാണത്തില്ല, അത് അവിടെ ഉണ്ടാവും. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്തെ ഓക്കെ ഐ ഹാവ് 5 minutes now, എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് അത് ക്രോസ് ഓഫ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. And also I think that will give you some kind of like positive energy that I completed a task. അതെനിക്ക് ഞാൻ വീട്ടിലാണെങ്കിലും ചെയ്യാറുണ്ട്. കാര്യം ചിലപ്പോൾ മീൽ പ്ലാൻ ആ ഒരു വീക്കെൻഡ് ഇരുന്ന് ചെയ്താലേ ചിലപ്പോൾ ഒരു വെനസ്ഡേ വരെ നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് വെനസ്ഡേ ചെയ്താൽ മതിയാവും. ആ പ്ലാനിങ് ചെയ്യും. മീൽ പ്ലാൻ മാത്രമല്ല, ചില ടാസ്കുകൾ ചിലപ്പം കുറച്ച് ഡീക്ലട്ടർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും റിമൈൻഡേഴ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിങ്ങനെ ആ ഒരു പ്ലാനിങ് നമ്മൾ ചെയ്താൽ അത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ഒരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. എങ്ങനെയാണ് ഇപ്പം ജോലിയില് അല്ലെങ്കിൽ വീട്ടില് ഇപ്പൊ ഒരു കാര്യം അർജന്റ് വേഴ്സസ് ലൈക്ക് ഇമ്പോർട്ടന്റ് വേഴ്സസ് ലൈക്ക് ഇപ്പം ചെയ്യണ്ട, അങ്ങനത്തെ ഒരു കാര്യം എന്താണ് അതിന് അഞ്ജുവിന്റെ ഒരു ക്രൈറ്റീരിയ? ഇന്ന കാര്യമാണ് എനിക്ക് അർജന്റ്. കാരണം അഞ്ജുവിന്റെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കത്തില്ല നോട്ട് നെസസറിലി എന്റെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ അവരെപ്പോഴും അവരുടെ എൻവയോൺമെന്റ് ഓർഗനൈസ്ഡ് ആയിരിക്കുക. സോ ദാറ്റ് ഈസ് ദ വൺ തിങ് വിൽ മേക്ക് ദം ഹാപ്പി. സോ അവരുടെ എൻവയോൺമെന്റ് ഭയങ്കര പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടിരുന്നില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ഗീവ് ദം ആങ്സൈറ്റി. ഓക്കെ, സോ അത് ഇതെല്ലാം നമ്മൾ എങ്ങനെ വളർന്നു വന്നു എന്നുള്ള എൻവയോൺമെന്റ് അതിനെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ വളർന്നു വന്ന എൻ്റെ ഒരു കുട്ടിക്കാലത്തില്
ഞങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത് അതിനല്ലായിരുന്നു. ഞങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തിരുന്നത് ഹൗ വി ആർ ലൈക്ക് ടുഗെദർ, ലൈക്ക് സ്പെൻഡ് ടൈം ടുഗെദർ ആൻഡ് ഹാപ്പി. എങ്ങനെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പ്രയോറിറ്റി. അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എൻ്റെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം എൻ്റെ കൊച്ചെന്നോട്, എനിക്കൊരു മോളുണ്ട്, അപ്പൊ എൻ്റെ മോൾ എന്നോട് പറയാണ്, അമ്മ എൻ്റെ അടുത്ത് ഒരു സില്ലി ഡാൻസ് ചെയ്യാമോ, അല്ലെങ്കിൽ ഈ ബുക്ക് റീഡ് ചെയ്യാമോ. അവൾക്ക് ചിലപ്പം ബലൂൺ ഇങ്ങനെ തട്ടി കളിച്ചിട്ട് നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യുക, ചുമ്മാ ഒരു മ്യൂസിക് ഇട്ടിട്ട്. ആ ബലൂൺ എപ്പോഴും എയറിലായിരിക്കണം. അവൾ എന്ത് പേരൊക്കെ വിളിക്കും. അല്ലെങ്കിൽ അവൾ പറയാണ് ചുമ്മാതെ കളറിങ് ചെയ്യാവോ എൻ്റെ കൂടെ. അപ്പം അത് അവൾ എന്നോട് ചോദിക്കുവാണെന്ന് വിചാരിച്ചോ, അതായിരിക്കും എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ എൻ്റെ വീട് ഭയങ്കര മെസ്സി ആയിരിക്കും, പക്ഷെ എനിക്ക് അതുകൊണ്ട് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് അതല്ല. എൻ്റെ പ്രയോറിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, എൻ്റെ ക്വാളിറ്റി ഓഫ് ടൈം ഐ എം സ്പെൻഡിങ് വിത്ത് ഹർ, ദാറ്റ് മേക്സ് മീ ഹാപ്പി. ചിലപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് അവസാനം ഒന്ന് ക്ലീൻ അപ്പ് ചെയ്തിരിക്കും, എന്ന് വെച്ചാൽ ഹൈജീനിക് ആയിരിക്കും എപ്പോഴും, പക്ഷെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല എപ്പോഴും എൻ്റെ വീട്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ഹാപ്പിനെസ്സിന് കുറവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അത് അവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, അവർക്ക് ആ ഒരു അവരുടെ എൻവയോൺമെന്റ് ഫുൾ ടൈം വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ച്, ഇഫ് ഐ ഡിഡിൻ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് മൈ ഡോട്ടർ ഐ ഫീൽ ഗിൽറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ മേക്ക് ഷുവർ ചെയ്യും, എത്ര സമയം എന്നുള്ളതല്ല, ആ സമയം ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എൻ്റെ മോളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ടെൽ ഹർ, ഞാനിപ്പം അറിയാതെ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഫോൺ, അപ്പൊ നമ്മൾ അറിയാതെ ഫോണിലോട്ട് ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ മോളുടെ അടുത്ത് പറയും, ബട്ട് യു ആർ മൈ പ്രയോറിറ്റി. ഇഫ് യു ഫീൽ ലൈക്ക് നിനക്ക് എന്നെ വേണ്ടപ്പോൾ ഞാൻ ഫോൺ നോക്കുവാണെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു കം ആൻഡ് റിക്വസ്റ്റ് മീ, അമ്മ ഫോക്കസ് ഓൺ മീ. സോ ഷീ വിൽ ഓൾവേസ് സേ ദാറ്റ്. അപ്പം അല്ലെ, അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിന്റെ റൈറ്റ് ആണ്. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ചെയ്യുവാണെങ്കിൽ അമ്മ നിന്നോട് പറയും, ഇല്ല മോളെ, ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ചെയ്യട്ടെ എന്നിട്ട് വരാമെന്ന്. പക്ഷെ യു ഹാവ് ദ റൈറ്റ് ടു ആസ്ക് മീ പുട്ട് മൈ ഫോൺ ഡൗൺ ബിക്കോസ് യു ആർ മൈ പ്രയോറിറ്റി. അപ്പം അങ്ങനെയാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അന്നേരം അതുകൊണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് മേക്സ് മീ സോ മച്ച് ഹാപ്പിനെസ്. എൻ്റെ കൊച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈസ് ഹാപ്പി ദാറ്റ് ഐ എം സ്പെൻഡിങ് ടൈം വിത്ത് ഹർ. അതാണ് എൻ്റെ വീട്ടിലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അങ്ങനത്തെ എന്തൊരു കാര്യമാണ് അഞ്ജു ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതെന്റെ അർജന്റ് ആയിട്ടുള്ള കാര്യം മീൻസ് മൈ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് മൈ ഡോട്ടർ. അതാണ് എൻ്റെ അർജന്റ് ആയിട്ടുള്ള കാര്യം. ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി. സോ ബാക്കിയെല്ലാം, ഇപ്പം ചില ദിവസം ഉണ്ടല്ലോ, ഞാൻ ഡിഷ് വാഷറിലൊക്കെ സാധനങ്ങൾ എടുത്ത് വെക്ക് ഓണാക്കും, പക്ഷെ പകുതി പാത്രങ്ങളും ചിലപ്പോൾ എന്താ പറയുന്നേ, ഇതിനകത്ത് കാണും. ചില പാത്രങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവത്തില്ല. ചില ആൾക്കാർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ കാണുന്നത്. കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ കാണുക, അല്ലെങ്കിൽ പിന്നെ സാധനങ്ങളെല്ലാം നീറ്റായിട്ട് ഇരിക്കാത്തത് അവരുടെ ഉറക്കം കെടുത്തും. പക്ഷെ എന്നെ എന്തുകൊണ്ടും അങ്ങനെ ഉറക്കം കിടത്തില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇഫ് ഐ എം സ്പെൻഡിങ് ടൈം വിത്ത് ഹെർ ആൻഡ് ഷീ ഈസ് ഹാപ്പി, എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പം അത് എനിക്ക് തോന്നുന്നത് that is how I grew up, and I also didn't grow up I also did grow up in a progressive family that എൻ്റെ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല സോ യു ആർ എ വുമൺ, സോ പിന്നെ ക്ലീനപ്പ് ഒക്കെ കിച്ചൺ ഫുൾ തിളങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ക്ലീനപ്പ് ആയിട്ട് നിന്നില്ലെങ്കിൽ നീ ഒരു പരാജയമാണ് എന്നെനിക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എൻ്റെ അർജൻസി ആണ്, എൻ്റെ പ്രയോറിറ്റീസ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം, നോട്ട് ക്വാണ്ടിറ്റി ടൈം. സോ ഇഫ് ഐ ആം ഡൂയിങ് സംതിങ് വിത്ത് ലൈക്ക് ഇന്ന് ശരിക്കും ചുമ്മാ കളിക്കുമായിരിക്കും, ചുമ്മാ ബുക്ക് റീഡ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവള് റീഡ് ചെയ്യുന്ന ബുക്ക് കേൾക്കുമായിരിക്കും. അതായിരിക്കും എൻ്റെ പ്രയോറിറ്റി വീട്ടിൽ. അപ്പൊ അങ്ങനെ എന്താണ് അഞ്ജു ചെയ്യുന്ന ഒരു പ്രയോറിറ്റൈസേഷൻ, ലൈക്ക് ഇതാണ് എൻ്റെ അർജന്റ്, ഇതാണ് എൻ്റെ പ്രയോറിറ്റി. അങ്ങനെ എന്താണ് ജോലിയിലാണേലും അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്യാറുണ്ടോ? നീ പറഞ്ഞ ആ പോയിന്റ്സ് എല്ലാം വളരെ നല്ല പോയിന്റ്സ് ആണ്. എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി, ചിലത് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ മൂത്ത മോൾക്ക് വിറ്റിലൈഗോ എന്ന് പറഞ്ഞിട്ടൊരു സ്കിൻ കണ്ടീഷൻ ഇടയ്ക്ക് വന്നായിരുന്നു. ഞങ്ങളിപ്പോ അത് കുറെയൊക്കെ അതിൽ നിന്നൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ന്യൂട്രീഷൻ
ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കീ ഫാക്ടർ ആയിരുന്നു. നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി നമ്മൾ പല രീതിയിലും പല അപ്രോച്ച്, ഹോമിയോ, ആയുർവേദം, മോഡേൺ മെഡിസിൻ എല്ലാം ട്രൈ ചെയ്തു. അപ്പൊ നമുക്ക് ആരും തുടക്കത്തിൽ ആരും പറഞ്ഞു തന്നില്ല ന്യൂട്രീഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പം അത് നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് അവോയ്ഡ് ചെയ്യണം, അപ്പൊ എല്ലാവരും പറയുന്നത് ഒരു സ്കിൻ കണ്ടീഷൻ ആണ്, ഇറ്റ് ഇസ് ജസ്റ്റ് റിലേറ്റഡ് ടു സ്കിൻ. അപ്പം നമ്മളത് ഓക്കെ, ഇറ്റ് ഇസ് ഫേറ്റ്, വി ആർ ഗോയിങ് ടു ആക്സെപ്റ്റ് ദാറ്റ്, അങ്ങനെ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ന്യൂട്രീഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാല് ഓക്കെ, ഐ ടുക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ ദാറ്റ്. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ഫുഡാണല്ലോ അവള് കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു പ്രയോറിറ്റി ആയിട്ട് മാറി. എപ്പോഴും ക്ലീൻ ഫുഡ് കൊടുക്കണം. അപ്പം ഈ പറഞ്ഞ കണക്ക് ബാക്കി കാര്യങ്ങൾ വീട്ടില് ബാക്കി ക്ലീനിങ് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകത്തില്ല, ലോണ്ടറി ചിലപ്പോൾ പൈലപ്പായിട്ടുണ്ടാകും. പക്ഷെ ഫോർ മീ ദാറ്റ് ഈസ് പ്രയോറിറ്റി. അവൾക്ക് വിശക്കുമ്പം കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഒരു ക്ലീൻ ഫുഡ് ആണെങ്കിൽ അത് എനിക്കൊരു വിൻ സിറ്റുവേഷൻ ആണ്. ഞാൻ എപ്പോഴും അത് ആ ഒരു മീൽ പ്ലാൻ ഞാൻ നേരത്തെയും അത് മെൻഷൻ ചെയ്ത് അത് ഞാൻ എപ്പോഴും മേക്ക് ഷുവർ എന്നൊരു കാര്യമാണ്. അതിന് ഞാൻ നല്ലപോലെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഈവൻ നമുക്കാണെങ്കിലും മെന്റൽ ഹെൽത്തും അതെല്ലാം, നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഗട്ട്. അപ്പൊ അതിന് ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈവൻ എന്റെ കേസിലാണെങ്കിൽ പോലും ഒരു സെൽഫ് കെയർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ആ ഒരു ഫാക്ടർ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പിന്നെ നൈറ്റ് ടൈം റുട്ടീൻ, അത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മള് അടുത്ത ദിവസം വർക്കിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡിസിപ്ലിൻ, കാര്യം ആ ഒരു നൈറ്റ് ടൈം റുട്ടീൻ നമുക്ക് ഇല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ട് രാത്രി നൗ ഇസ് ദ ടൈം ഫോർ ഡൂം സ്ക്രോളിങ്. അപ്പൊ അങ്ങനെ ഇരുന്ന് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ പോലെ ഒരാൾക്ക് രാവിലെ 6:30 എണീറ്റ് പോകണമെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് വന്ന്, കാര്യം എന്താന്ന് വെച്ചാൽ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്ന, രാവിലെ എണീറ്റ് യു ആർ സെറ്റിംഗ് ദ ടോൺ ഫോർ ദ നെക്സ്റ്റ് ഡേ. ആ രാത്രി സമയത്തിന് ഉറങ്ങുമ്പോ അപ്പൊ എനിക്ക് ആ ഒരു 9 o'clock ആകുമ്പം സ്ക്രീൻ ടൈം ഓഫ് ചെയ്ത് ദെൻ യു സ്റ്റാർട്ട് വൈൻഡിങ് ഡൗൺ, ലൈറ്റ് എല്ലാം ഡിം ആക്കി മോളുമായിട്ട് ഒരു ബെഡ് ടൈം സ്റ്റോറി ഒക്കെ വായിച്ച് അങ്ങനെ കിടന്നുറങ്ങാം. അപ്പൊ അതിനൊക്കെ ഞാൻ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഇപ്പം വർക്കിലാണെങ്കിൽ പോലും നമുക്ക് ചില ടാസ്ക് പ്രയോറിറ്റൈസ് അന്നേരം ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, മേ ബി യു ക്യാൻ ഫിനിഷ് ഇറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. അപ്പൊ അതനുസരിച്ച് ആ ഒരു വീക്ക് തന്നെ പ്ലാൻ ചെയ്യാനായിട്ട് എന്റെ വർക്ക് കുറച്ചുകൂടെ ഒരു അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യുന്ന വർക്കാണ്. അപ്പം എനിക്ക് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടാറുണ്ട്. ഞാൻ ആക്ച്വലി ഇപ്പം അഞ്ജു പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പേഴ്സണാലിറ്റി ആണ് എന്റേത്. ഞാൻ ഭയങ്കര ലേഡ് ബാക്ക് പേഴ്സൺ ആണ്. ഇപ്പം എനിക്കങ്ങനെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇതല്ല, ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ ജോലിയിലൊക്കെ പോകുമ്പം ഞാൻ ഒരിക്കലും ഒരു ടാസ്കും എഴുതി വെക്കാത്ത ഒരാളാണ് ഞാൻ. അതെങ്ങനെയോ ഞാൻ കോളേജിൽ പഠിക്കുമ്പം എനിക്ക് അതിനകത്തെ എന്തുമാത്രം ഫാക്ടർ ഉണ്ടെന്ന് അറിയത്തില്ല, എന്റെ ലൈഫ് എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മുടെ ബ്രെയിനെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം സത്യത്തിൽ ഈവൻ തോ ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ ടാസ്ക് കംപ്ലീഷൻ എഴുതി വെക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് തരും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാല് എന്റെ ബ്രെയിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ബ്രെയിനിന്റെ അടുത്ത് പറയും, സോ ദിസ് ഈസ് വാട്ട് മൈ പ്രയോറിറ്റി ആൻഡ് ഐ വിൽ ഇങ്ങനെ കൈൻഡ് ഓഫ് ഇങ്ങനെ പുഷ് ചെയ്യും എന്റെ ബ്രെയിനോട് എനിക്കത് പറഞ്ഞുതരാൻ. അപ്പം എന്റെ എല്ലാ പ്രയോറിറ്റൈസും ലൈക്ക് എന്റെ പ്രയോറിറ്റൈസേഷനും എന്റെ ബ്രെയിനിലാണ്. അപ്പൊ എന്റെ ബ്രെയിൻ എനിക്ക് പറഞ്ഞു തരണം, ഓക്കെ നീ ഇത് ചെയ്തതിന് ശേഷം ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അല്ലാതെ ഞാൻ ഭയങ്കര പൂവറാണ് കാര്യങ്ങൾ എഴുതി വെക്കുന്നതിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്കത് എഴുതി ചില സമയത്ത് ചില കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫൈനാൻസ് അത് എന്റെ മുന്നിൽ നമ്പറായി കാണുമ്പോൾ എന്നെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്പറായിട്ട് അതെനിക്ക് കാണണം, തലയിൽ ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും എന്റെ തലയിലാണ്, ഒന്നും ഞാൻ എഴുതി വെക്കത്തില്ല. അതിപ്പം ഒരു ലിസ്റ്റ് എനിക്കില്ല ജീവിതത്തിൽ. ഞാനൊരു ലേഡ് ബാക്ക് പേഴ്സൺ ആണ് അങ്ങനത്തെ കാര്യത്തില്. ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒരു ഫാമിലി ഡൈനാമിക് എങ്ങനെയാണ്? അവർക്കറിയാം നമ്മള് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എക്സ്റ്റെൻഡഡ് ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ പ്രായമുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയൊക്കെ അവർക്കൊരു ഐഡിയ ഉണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് ഫാമിലി ഓറിയന്റഡ് ആണ്. പക്ഷെ അതോടുകൂടി തന്നെ അതിൻ്റെതായ ഹാപ്പിനെസ്സും സ്ട്രെസ്സും വരാറുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് അങ്ങനെ നിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ലെങ്കിൽ എല്ലാവരും നിന്നെ റെസ്പെക്ട് ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് അതിന്റെ ഒരു ഡൈനാമിക്? അപ്പൊ ഞാൻ പറഞ്ഞു, ലൈക്ക് ഐ ട്രൂലി ബിലീവ് വെദർ ഇറ്റ് ഈസ് ഇൻ വർക്ക് പ്ലേസ് ഓർ പേഴ്സണൽ ലൈഫ്,
ദ റെസ്പെക്ട് യു റിസീവ് ഈസ് ദ റെസ്പെക്ട് നീ ചോദിക്കുന്ന റെസ്പെക്ട് ആണ് നിനക്ക് കിട്ടുന്നത് എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. വെച്ചാൽ ഞാൻ തന്നെ ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ആൾക്കാരുടെ അടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഈ റെസ്പെക്ട് എനിക്ക് വേണം, ആ റെസ്പെക്ട് എനിക്ക് കിട്ടും. നിന്നെ ഒരാൾ ഡിസ്റെസ്പെക്ട് ചെയ്യുവാണ്, ഇപ്പം വെദർ എവിടെയാണല്ലോ, ജോലിയിലോ വീട്ടിലോ, അതിനെ നീ ലൈറ്റ് ആയിട്ട് കണ്ടാൽ യു വിൽ കണ്ടിന്യൂസ്ലി അത്ര റെസ്പെക്ട് നിനക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ദ മൊമെന്റ് യു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ് ആൻഡ് സേ നോ, എന്റെ സ്റ്റാൻഡേർഡ് ഇതല്ല, ഐ എം നോട്ട് എക്സ്പെക്ടിങ് ദിസ് ഫ്രം യു എന്ന് പറയുന്ന ആ മൊമെന്റിൽ നീയാണ് നിന്റെ റെസ്പെക്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സോ ഇഫ് യു ആസ്ക് മീ, എനിക്ക് കിട്ടുന്ന റെസ്പെക്ട് ഒരിക്കലും മറ്റേ ആള് നല്ലതായതുകൊണ്ടല്ല എനിക്ക് കിട്ടുന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഞാൻ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഞാൻ തൃപ്തിയാകത്തില്ല എന്നുള്ള ബൗണ്ടറി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗുഡ് ഗേൾ സിൻഡ്രോം ഇല്ലേ, ഇപ്പം നമ്മൾ ഗുഡ് ഗേൾസ് നെവർ മേക്ക് ഹിസ്റ്ററി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗുഡ് ഗേൾ സിൻഡ്രോം അഞ്ജുവിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴേലും ലൈഫിൽ? ഇപ്പം വെദർ ജോലിയിലോ വീട്ടിലോ പേഴ്സണൽ ലൈഫിലോ എങ്ങനെയെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഗുഡ് ഗേൾ സിൻഡ്രോം തന്നെ ആദ്യം എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ഞാനിപ്പോ റീസെന്റ് ആണ് ഒരുപാട് ഈ ഇതുപോലത്തെ ടേംസ് റീസെന്റ്, എനിക്ക് തോന്നുന്നു മില്ലിനിയൽ ഒരു ടൈമിൽ ഇതൊന്നും അങ്ങനെ അവെയർ അല്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ നേരത്തെ ഉണ്ട്, അവെയർ ആവുന്നത്. ഇതിനെ ഇങ്ങനെയാണ് വിളിക്കുന്നത്, ഇതാണ് കാരണം. അപ്പം നമ്മളെപ്പോഴും ഈ പണ്ട് ചെറുതിലെ പേന കിട്ടുമ്പോഴേ ഇങ്ങനെ എഴുതി നോക്കത്തില്ലേ, നല്ല പേനയാണോ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കുറച്ച് ഡൂഡിൽ ചെയ്യത്തില്ലേ. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു പേന കിട്ടിയാൽ ഞാൻ എഴുതുന്ന ഒരു ലൈൻ എന്താന്ന് വെച്ചാൽ, അഞ്ജു ഇസ് എ ഗുഡ് ഗേൾ. ഇതായിരുന്നു. അത് എന്റെ മനസ്സിൽ ഇൻഗ്രെയിൻഡ് ആണ്. അതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു അതെന്റെ കോർ വാല്യൂ ആണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഐ എം എ ഗുഡ് പേഴ്സൺ. അപ്പൊ അതിൽ നിന്നും ഈ ഗുഡ് ഗേളുടെ ആ ഒരു ഫൈൻ ലൈൻ എനിക്ക് എവിടെയാന്ന് മനസ്സിലായില്ല. അപ്പം എപ്പോഴും ഒരു ടാസ്ക് നമുക്ക് തരുമ്പോൾ നമ്മൾ ഓക്കെ യെസ് ഓക്കെ ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ പീപ്പിൾ ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് യു ബിക്കോസ് യു ആർ ടു നൈസ്. അങ്ങനെ ഒരു ഇത് മനസ്സിലാകുമ്പോഴാണ് ദെൻ യു സ്റ്റാർട്ട് പുട്ടിങ് ബൗണ്ടറീസ്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് പേഴ്സൺ ആണ്. ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും അവരുടെ ഒരു എനർജി ഇങ്ങനെ ലോ ആണ്, അപ്പൊ നമുക്ക് ഉടനെ അവരോടൊരു കമ്പാഷൻ തോന്നും, അങ്ങനെ അവരോട് പോയി സംസാരിക്കും. അപ്പൊ നമുക്ക് പിന്നെ എപ്പോഴും ആ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് ആയി മാറുന്നത്. അങ്ങനത്തെ ഒരു സെൻസിറ്റീവ് പേഴ്സണാലിറ്റിയാണ് എൻ്റെ. പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോ പിന്നെ ചിലപ്പോൾ അതിൽ ടാങ്കിൾഡ് ആയി പോകും. പിന്നെ നമുക്ക് അവിടെ ഒരു ബൗണ്ടറി വെക്കാൻ പറ്റാതെ കുറച്ചു കാലം ഇപ്പൊ ഞാൻ എൻ്റെ മോളെ അത് ചെറുതായിട്ട് അവളെ അവെയർ ആക്കുന്നുണ്ട്. കാര്യം അവൾക്കും ആ ഒരു കമ്പാഷൻ ഒരു ബിഹേവിയർ ഉണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ അവള് പിന്നെ അതിലങ്ങ് മുഴുകി ചിലപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവള് ഭയങ്കര ഇമോഷണൽ ആവും. എനിക്ക് അത് സെൻസ് ചെയ്യാം. കാര്യം ഞാൻ അതെല്ലാം അനുഭവിച്ച് അതിന്റെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലൂടെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളോട് പറയും കമ്പാഷൻ ഒക്കെ നല്ലതാണ്, ബട്ട് ആ ഒരു ബൗണ്ടറി ഇടാനും കൂടെ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരുപാട് അങ്ങ് പുൾഡ് ഇൻ ആയിപ്പോ ടാങ്കിൾഡ് ആയിപ്പോ ഇറ്റ് വിൽ ഡ്രെയിൻ യുവർ എനർജി വൺ ഡേ. അപ്പൊ നമ്മള് അത് ഇപ്പോഴേ നീ കണ്ടുപിടിക്കണം. യു ഷുഡ് കറക്റ്റ് ദാറ്റ്. വേണ്ടെന്നല്ല പറയുന്നത്, ബട്ട് അത് എവിടേക്കാണ് ഡിഫിക്കൽട്ട് ആവുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ഒരു പ്രോബ്ലം ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ചില നേരം ഞാൻ ഓക്കെ ദാറ്റ് ഇസ് മൈ കോർ വാല്യൂ, ഐ നീഡ് ടു ഡു ദാറ്റ് എന്നുള്ള ആ ഒരു പീപ്പിൾ പ്ലീസിങ്ങിലോട്ട് പോവും. പക്ഷെ പിന്നീട് തോന്നും. ഇപ്പൊ ആദ്യം ജോലിക്ക് കയറിയ സമയത്ത് ഫ്ലെക്സിബിൾ വർക്കർ ആയിരുന്നു. കാര്യം ഏത് ഷിഫ്റ്റും ചെയ്യാവോ ചോദിക്കുമ്പോ ഓക്കെ എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ കുറച്ചാലും ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്ലെക്സിബിൾ. അപ്പൊ മനസ്സിലായി ഓക്കെ ഐ നീഡ് ടു പുട്ട് എ ബൗണ്ടറി ഇൻ ദാറ്റ് ആസ്പെക്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ആ ഒരു ഇതാണ് എനിക്ക്. അതിന് നേരത്തെ പറഞ്ഞത് ബാലൻസ് ഈസ് സംതിങ് യു ക്രിയേറ്റ് ഇറ്റ്, യു ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. ആൻഡ് ഓൾസോ ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മൾ അധികം മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ someone is being nasty to you maybe because of they have a miserable life. It has nothing to do with you. The moment you realize that, അത് കിട്ടുന്ന ഒരു പീസ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഒരാള് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ that has nothing to do with you. You are a good person. As long നമുക്ക് ആ സെൽഫ് അവയർനെസ് ഉണ്ടല്ലോ, ഞാൻ 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, 100% കോമ്പിറ്റന്റ് ആണ് എൻ്റെ ജോലിയിൽ എന്ന് എനിക്കറിയാമെങ്കിൽ വേറൊരാളും വന്ന് പറയുന്ന കമന്റ് എന്നെ അഫക്ട് ചെയ്യത്തില്ല. അത് എന്നെ പേഴ്സണൽ ലൈഫിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ ആ സെൽഫ് അവയർനെസ് ഞാൻ പറയും. കാരണം ഐ ഹാവ് എ ലൈഫ് ഔട്ട്സൈഡ് വർക്ക്.
സോ അതാണ് എൻ്റെ ലൈഫ്. സോ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം പലത് കാണും. പക്ഷെ നമ്മളുടെ തന്നെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ തന്നെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഇപ്പം അത് ഭയങ്കര ഒരു നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമില്ല. നമ്മളുടെ ഹാപ്പിനെസ്സിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്. എങ്ങനെയാണ് അഞ്ജുവിന്റെ തന്നെ ഹാപ്പിനെസ്സിന് ഒരു സമയം കണ്ടെത്തുന്നത്? സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ഇമോഷണൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് റീസെന്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയൊരു ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു. ജോലിക്ക് കയറുന്നതിന് മുമ്പ് വർക്ക് പെർമിറ്റ് കിട്ടി. ഒരു ജോലിയിലോട്ട് കയറിയപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8-9 ഇയേഴ്സിന്റെ ഗ്യാപ്പ് വന്നായിരുന്നു. അപ്പം ഇവിടെ ഫസ്റ്റ് ടൈം ജോബിൽ കയറിയപ്പം എനിക്ക് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ ഒരു കൾച്ചർ ഷോക്കും എല്ലാം പഠിച്ചെടുക്കാനും വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആള് അപ്പൊ 9 months ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്ട്രഗിൾ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പ്ലേസ് ടു സ്റ്റാർട്ട്. പക്ഷെ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അങ്ങനെ എനിക്ക് അന്നേരം ആപ്റ്റ് ആയിട്ടുള്ളൊരു ജോലി അല്ലായിരുന്നു കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. നമുക്ക് ഒരുപാട് മൾട്ടി ടാസ്ക് ചെയ്യേണ്ടി വന്ന ഒരു ജോബായിരുന്നു. അപ്പം ഭയങ്കര ഒരു ഫിസിക്കൽ ബേൺ ഔട്ട് ഫീൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്താണ് 2021 എന്റെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം നമുക്കറിയാലോ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ നമ്മൾ പോവും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു 6 months ഒക്കെ ആയപ്പോഴും ഞാൻ സ്റ്റിൽ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്. മെന്റലി ഒരു ഇത് വരുന്നില്ല. മാത്രമല്ല ഫിസിക്കലി ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ ചില ദിവസം ആ ഒരു ജോബ് ടൈറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഷോർട്ട് സ്റ്റാഫിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പം എല്ലാം ഒരുമിച്ച് ഒരു ദിവസം ഇരുന്ന് ചെയ്യേണ്ട ഒരു ഇത് വരും. അപ്പൊ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്തത്, നമ്മൾ ഫിസിക്കലി ചില പ്രശ്നങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യത്തില്ല. പെട്ടെന്ന് ജോ ഇങ്ങനെ ക്ലെൻച്ച് ചെയ്യുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ. സാധാരണ നമ്മൾ കേൾക്കുന്ന ദേഷ്യം വന്ന് പല്ല് കടിക്കുക എന്ന് പറയും. ഞാൻ ഇൻവോളണ്ടറിലി ചെയ്യുന്നു, പല്ലിങ്ങനെ കടിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടു മച്ച് സ്ട്രെസ്. അതുകൂടാതെ ഈ പാൽപിറ്റേഷൻസ്, പിന്നെ അല്ലാതെ തന്നെ മുടി പോകുന്നു. ബിക്കോസ് ആ ഒരു ഗ്രീവിംഗ് പീരീഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി എന്റെ തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം കാണും. കാര്യം പാൽപിറ്റേഷൻസ് അസോസിയേറ്റഡ് വിത്ത് തൈറോയിഡ് ഹെൽത്ത്. ഞാൻ വെച്ചു ഓക്കെ ഡോക്ടറിനെ പോയി കാണാമെന്ന് വെച്ചു. ഞാൻ ഡോക്ടറിനെ കൊണ്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ റീസെന്റ് ബ്ലഡ് വർക്ക് ഒന്നും ചെയ്തില്ല, ഇതൊക്കെയാണ് എന്റെ ഫിസിക്കൽ പ്രോബ്ലംസ്, ഇതൊക്കെയാണ്. പിന്നെ ഇമോഷണലി എന്താ പറയാന്ന് വെച്ചാല് 6 മാസം മുമ്പ് അച്ഛൻ മരിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവരിങ്ങനെ ആദ്യം നമ്മളെ കൺസോൾ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാനൊരു 5 minutes കരഞ്ഞു, അവിടെ ഇരുന്നങ്ങ് കരഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നോ അഞ്ജു, ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഓക്കെ 6 months, clinically 6 months it is okay to grieve. But beyond that, if you're going through this stage, I think you need help. Okay, I can give you some medication. ഞാൻ അന്നേരം ഒരു മെഡിക്കേഷൻ ഞാൻ അത് പ്രതീക്ഷിച്ചല്ല പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ലെറ്റ് മീ ഡു ആൻ അസസ്മെന്റ്. അങ്ങനെ അവർ എനിക്കൊരു അസസ്മെന്റ് ചെയ്തു. അവര് പറഞ്ഞു ബോർഡർ ലൈൻ ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഐ കൻ ഗിവ് യു മെഡിക്കേഷൻ. അവര് പിന്നെയും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മെഡിക്കേഷൻ വേണ്ട, ഐ എം ട്രൈങ് അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു തെറപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ തെറപ്പി ഓക്കെ, തെറപ്പി ഇസ് വെരി ഗുഡ്, എഗ്രി. പക്ഷെ ആ സമയത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് ഇനി ഇംഗ്ലീഷിൽ പോയിട്ട് ഒരാളോട് പോയി സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വേണമെന്ന് തോന്നി. അപ്പൊ ഞങ്ങള് വേദയുടെ വീട്ടിലേക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറിനെ പോയി കാണുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം അവര് മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു തന്നു. അപ്പൊ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ വായിച്ച് അവയർനെസ് ഒക്കെ വന്നപ്പോഴാണ് ഇതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മൾ ആ ഒരു സ്ലോ ഡൗൺ ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്ന ഒരു ഇത് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമ്മൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യണം. അപ്പൊ ആ ഒരു ഭാഗമായിട്ട് ഞാൻ കൂടുതൽ സെൽഫ് കെയർ എടുക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് ഇപ്പൊ മെഡിറ്റേഷൻ മാത്രമല്ല, ചിലപ്പോൾ നമ്മള് ഇതുവരെ നമ്മള് പറയാത്തൊരു വലിയൊരു എലിഫന്റ് ഇൻ ദ റൂം ഉണ്ട്, സ്ട്രെസ് മാനേജ്മെന്റ്. ആ സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ലൈഫിലാണെങ്കിലും വർക്കിലാണെങ്കിലും ഒരേപോലെ ബാലൻസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് ഈവൻ വർക്കിന് പോകുമ്പം സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നപ്പോ നമുക്ക് തോന്നും എന്റെ വർക്ക് ഭയങ്കര ഹെക്ടിക് ആണ്, ഐ നീഡ് ടു ക്വിറ്റ്. ആ ഒരു ലെവലിലോട്ട് പോട്ട കാര്യമില്ല. ഓക്കെ നമുക്ക് ഇതിനപ്പുറം പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. പക്ഷെ ഒരു ഡെയിലി സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈവൻ വർക്കിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ യൂട്യൂബിൽ ചെന്നിട്ട് നെർവസ് സിസ്റ്റം റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് മ്യൂസിക് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും അത് പ്ലേ ചെയ്യുമ്പോൾ എന്റെ പുറയിലൊരു ജനലില് കിളികളിരുന്ന് കരയുന്ന കണക്കൊരു മ്യൂസിക് ആണ്. അത്
നമ്മൾ അറിയാണ്ട് നമ്മളെ കാം ചെയ്യും. ഇപ്പൊ എന്റെ റൂമിൽ സംസാരിക്കാൻ വരുന്നവരെല്ലാരും പറയും, യു ഗോട്ട് ബേർഡ്സ് ഇൻ യുവർ റൂം, ഐ നീഡ് ദാറ്റ് മ്യൂസിക് ഇൻ മൈ റൂം. അപ്പൊ എല്ലാവർക്കും ആ ഒരു ഞാൻ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് ഞാൻ സെറ്റ് ചെയ്യും രാവിലെ വന്നിട്ട് തന്നെ. പിന്നെ എന്റെ മോണിറ്ററിന്റെ താഴെ ഒരു ചെറിയൊരു സ്റ്റിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കെല്ലാം ഇങ്ങനെ എഴുതി ചിലപ്പോൾ സം റിമൈൻഡേഴ്സ് വേണം. കാര്യം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമുക്ക് 60,000 to 80,000 തോട്ട്സ് ആണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നത്. അതില് 80% ചിലപ്പോൾ റിപ്പിറ്റേറ്റീവ് ആയിരിക്കും, ആവശ്യമില്ലാത്ത തോട്ട്സ് ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഇമോഷണൽ ഡ്രെയിനേജ് വന്നുകൊണ്ടിരിക്കുക. ഇത് ഫിസിക്കൽ സ്ട്രെസ്, ഇപ്പൊ എന്റെ ജോബ് എന്ന് പറയുന്നത് ഇച്ചിരി ഫിസിക്കലായിട്ട് ചെയ്യാനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ ഒരുപാട് ഓടണം കുറച്ച്. അപ്പം ആ ഒരു ഫിസിക്കൽ സ്ട്രെയിനോട് ഇമോഷണൽ ഡ്രെയിനേജോടെ വരുമ്പോഴാണ് യു ആർ ടയേർഡ് ഫ്രോം വർക്ക് ആൻഡ് ദെൻ വെൻ യു ഗോ ഹോം യു ഡോണ്ട് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. അപ്പൊ നമ്മൾ ആ ഒരു ഇത് മാനേജ് ചെയ്യുന്നത് നമുക്ക് വർക്ക് പ്ലേസിൽ നിന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ചെറിയ ബ്രെത്ത് വർക്ക് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ആക്ച്വലി ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബ്രെത്ത് വർക്കിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പൊ നമ്മൾ കൂടുതൽ അവെയർ ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഭാരം ഇങ്ങനെ ഇടയ്ക്ക് തോന്നും, നമ്മൾ നല്ലപോലെ ബ്രീത് ചെയ്യാത്തതിന്റെ ആണെന്ന്. അപ്പൊ ആ ഒരു റിമൈൻഡർ ഞാൻ അവിടെ ഇങ്ങനെ വെക്കും. നമ്മൾ നാച്ചുറലി ഇൻവോളണ്ടറി ബ്രീത് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ബോഡിയെ കാം ചെയ്യാനായിട്ടുള്ള ബ്രീതിങ് നമ്മൾ ശരിക്കും ചെയ്യുന്നില്ല പലപ്പോഴും. ഒരു ചെറിയൊരു റിമൈൻഡർ അവിടെ ഉണ്ട്. അപ്പൊ അവിടുന്ന് എന്നിട്ട് പിന്നെ ഞാൻ മിനി ബ്രേക്സ് എടുക്കാനായിട്ട്, കാര്യം എനിക്ക് ഇപ്പോഴത്തെ ജോലിയിൽ ഒരുപാട് പീപ്പിൾ കോണ്ടാക്ട് ഇല്ല, കുറവാണ്. അപ്പൊ എനിക്ക് അതിനുള്ള സാവകാശം കിട്ടും, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പൊ എനിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ആ മിനി ബ്രേക്സ് ഒക്കെ എടുക്കും. അപ്പൊ വർക്കിൽ തന്നെ നമുക്ക് ഒരു ആ മൈൻഡ് ഒരു ഇമോഷണൽ ഇത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഫിസിക്കൽ സ്ട്രെസ്സും അതിന്റെ ഡ്രെയിനേജ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ വന്നും അതേപോലെ ബ്രേക്ക് എടുക്കാനായിട്ട് നോക്കണം. അതിനാണ് ഞാൻ ആ പ്ലാനിങ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാം, ഓക്കെ ഇന്ന് ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഐ വിൽ ഗെറ്റ് സം ടൈം ടു ഡു ദാറ്റ്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ കൊണ്ടുവന്നു. കാര്യം എന്താന്ന് വെച്ചാല് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ നമ്മൾ നോക്കും, പക്ഷെ അത് അൺറിയലിസ്റ്റിക് ആണ്. നമുക്ക് എല്ലാം കൂടെ നമുക്ക് സിംഗിൾ ഹാൻഡഡ്ലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എന്തായാലും വേണം. അപ്പം ഞാനിപ്പോ കുക്ക് ചെയ്തില്ലെങ്കിലും എന്നെക്കാൾ പാഷനേറ്റ് ആണ് എന്റെ ഹസ്ബൻഡ് കുക്കിങ്ങില്. അപ്പൊ അത് അങ്ങനെ ഇങ്ങ് നടന്നു പോയിക്കോളൂ. അപ്പൊ അതൊരു സ്ട്രെസ് അല്ല എനിക്ക്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സെൽഫ് കെയറിന് കുറച്ച് സമയം കിട്ടും. പിന്നെ ഈവൻ എന്റെ വർക്ക് പ്ലേസിൽ ഒരു ബീവെൽ എന്ന് പറയുന്ന അതുപോലത്തെ ഒരു വെൽനസ് പ്രോഗ്രാം ഉണ്ട്. അതിനകത്തുള്ള എല്ലാ സെമിനാറും ഞാൻ സമയം കിട്ടുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ചിലപ്പം പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്, അപ്പൊ അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കും. ഇതെല്ലാം നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ, ഞാനിപ്പം ബയോളജി ഫീൽഡ് ആയതുകൊണ്ട് ഒരു സെല്ലുലാർ ലെവലിൽ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഓക്കെ ഇതിനൊക്കെ ഇത്ര ബെനിഫിറ്റ്സ് ഉണ്ട്, ഐ ഷുഡ് ഡു ദാറ്റ് മോർ, അങ്ങനത്തെ ഒരു റിമൈൻഡർ നമുക്ക് കിട്ടും. അപ്പം ഒക്ടോബർ ഈ വെൽനസ് എന്താ മെന്റൽ അവയർനെസ് മന്ത് ആണ് ആക്ച്വലി. അപ്പം കഴിഞ്ഞ വർഷം അവർക്ക് ഒരു മൈൻഡ്ഫുൾ ചാലഞ്ച് ഉണ്ടായിരുന്നു. 30 days യു വിൽ ബി ഗിവൺ എ ടാസ്ക്. ഓരോ ദിവസം എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക്, ചിലപ്പം വെളിയിലോട്ട് പോയിട്ട് സൂര്യൻ മുഖത്തോട്ട് വീഴുന്നത് നമ്മളൊന്നൊരു കുറച്ചു നേരം അതൊന്ന് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ ആക്ച്വലി എന്റെ കോവർക്കേഴ്സ് ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അതൊരു ഇതുപോലെ ചെയ്ത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നല്ല. യു ക്യാൻ കീപ് ഡൂയിങ് ദാറ്റ് അറ്റ് വർക്ക് ഓർ എനി ടൈം. അത് ഒരു വലിയൊരു വെക്കേഷൻ ആയിട്ട് എടുക്കണം അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് എപ്പോഴും അത് വി ഷുഡ് ട്രൈ ടു ഡു ദാറ്റ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ദാറ്റ്സ് ആക്ച്വലി വെരി ഇൻസ്പയറിംഗ്. എന്റെ മോൾക്ക് 7 week ആയപ്പോ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, മദർ ഗിൽട്ട്. ഇങ്ങനെ അങ്ങനെ ജോലിക്ക് പോകുന്നതിൽ ഗിൽറ്റി ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ, കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് പോകുന്നതിൽ ഗിൽറ്റി ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? അപ്പൊ സോ ഐ ആസ്ക്ഡ് ദം ദാറ്റ്, നിങ്ങൾ അതൊരു ആണിനോട് ചോദിക്കുവോ? എന്റെ ഹസ്ബൻഡും 7 week ആയപ്പോ ജോലിക്ക് പോയതാണല്ലോ. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് മാത്രം ആ ഗിൽറ്റി ഫീലിംഗ് തോന്നേണ്ടത്, ആണുങ്ങൾക്ക് അത് തോന്നണ്ടേ? എനിക്ക് ആ ഫീലിംഗ് തോന്നിയിട്ടില്ല. അത് ഭയങ്കര, പക്ഷെ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത്. ഞാൻ അല്ലെങ്കിൽ ഞാനൊരു ഹൊറിബിൾ അമ്മയാണെന്ന് അവർക്ക് തോന്നാതിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഗിൽറ്റി ഫീലിംഗ്, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ എൻവയോൺമെന്റ്, ഞാൻ വളർന്നു വന്നപ്പോ തന്നെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഇങ്ങനെയാണ് എന്റെ ഫാമിലിയിൽ നിന്നും. സോ നിന്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ മോർ ദാൻ മാരേജ് ആൻഡ് ഹാവിങ് എ ബേബി ഈസ് യു ഹാവ് യുവർ ഓൺ ലൈഫ്. മനസ്സിലായോ? നീ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, നിനക്കൊരു വീട് വെക്കുന്നു, അങ്ങനെ കരിയർ അച്ചീവ്മെന്റ്സ്, അതിലൊക്കെയായിരുന്നു എന്റെ ചാച്ചൻ കൂടുതൽ പ്രൗഡ്. ഇപ്പൊ എന്റെ കല്യാണം
നടന്ന ദിവസത്തിനേക്കാളും എന്റെ ചാച്ചൻ പ്രൗഡായത് ഞാൻ ഇവിടുത്തെ ലൈസൻസിങ്ങിന്റെ എക്സാം പാസ്സായപ്പോഴാണ്. ചാച്ചന് ഭയങ്കര സന്തോഷമായി. പക്ഷെ കല്യാണത്തിന് സമയത്ത് അച്ഛൻ സന്തോഷം ഇല്ല എന്നല്ല, അപ്പം അത് കണ്ടു വളർന്ന എന്റെ മനസ്സിൽ അതെന്റെ പ്രയോറിറ്റിയാണ്. അപ്പം എനിക്കൊരു കുട്ടിയെ നോക്കുന്ന പ്രയോറിറ്റി പോലെ തന്നെ ആണ് അതും എന്റെ ഒരു പ്രയോറിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്കതിൽ ഗിൽറ്റി ഫീലിംഗ് തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ ഞാനപ്പം ആണുങ്ങൾക്ക് എന്തുകൊണ്ട് ഗിൽറ്റി ഫീലിംഗ് തോന്നാത്തത്? കാരണം അവർക്കതറിയാം, അവരുടെ ജനിച്ചപ്പം മുതലേ അവർക്ക് തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുവാണ്. എക്സ്പെക്ടേഷൻ ആണ് അവരിൽ നിന്നും, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫൈനാൻഷ്യലി ജോലി ചെയ്യണം. അതുപോലെ തന്നെ എന്റെ തലയിലും എന്റെ ചാച്ചൻ ആ സാധനം അടിച്ചേൽപ്പിച്ചു, നീ മസ്റ്റ് ആയിട്ടും ജോലി ചെയ്യണം. എന്റെ ചാച്ചൻ അത് അടിച്ചേൽപ്പിച്ചതുകൊണ്ട് എനിക്കത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബില്ല് വേണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണം. അതിനകത്ത് എനിക്ക് എന്തിനാ ഗിൽറ്റി ഫീലിംഗ്? അത് തന്നെയാണ് ആണുങ്ങളുടെ ഫീലിംഗ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് താങ്ക്ഫുള്ളി ഒരു ബേബി സിറ്ററിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവര് അവരുടെ സ്വന്തം കൊച്ചിനെ പോലെയായിരുന്നു അവളെ നോക്കിയത്. അതെനിക്ക് മനസ്സിലായ നിമിഷം എനിക്ക് ഗിൽറ്റി ഫീലിംഗ് തോന്നിയില്ല. എന്ന് വെച്ചാൽ അവളെ എത്ര നന്നായിട്ടായിരുന്നു അവർ നോക്കിയിരുന്നത്. അപ്പം അത് ഞാൻ ലക്കി ആയിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഡേ കെയർ വിട്ടായിരുന്നെങ്കിൽ, ഞാൻ ചില ആൾക്കാർക്ക് ആ പ്രിവിലേജ് ഇല്ല, ഡേ കെയർ വിട്ടെങ്കിൽ എനിക്ക് വിഷമായേനെ. ചിലപ്പം ആയേക്കാം, കാരണം എങ്ങനെയാണോ അവൾ. പക്ഷെ അവളൊരു സേഫ്, എന്റെ വീട്ടിൽ ഒരു ബേബി സിറ്റർ വന്ന് നോക്കുന്നു, ആ ബേബി സിറ്റർ ഇസ് ദ ബെസ്റ്റ്. ഇപ്പോഴും അവര് തന്നെയാണ് ഉണ്ണിലിനെ, എന്റെ മോളെ നോക്കുന്നത്. അപ്പൊ അതെനിക്ക് ഒരു ഭയങ്കര, എന്റെ കൊച്ച് സേഫ് ആയിട്ടുള്ള ഒരു കരങ്ങളിലാണ്. ആദ്യം കുറച്ചാൾ എന്റെ അമ്മയുണ്ടായിരുന്നു, അപ്പൊ അവള് സേഫ് ആണ്. പിന്നെയാണെങ്കിലും ബേബി സിറ്റർ ഉണ്ടായിരുന്നു, അപ്പം അവള് സേഫ് ആണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മളുടെ അടുത്ത് ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുവാണ്, അമ്മമാര് കുട്ടികളെ മിസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ ജോലിക്ക് പോയപ്പോ? ഞാൻ പറഞ്ഞോണ്ട് അല്ലല്ലോ അതൊന്നും പറയണ്ട. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു 9 years ഗ്യാപ്പ് വന്നിട്ടായിരുന്നു ആ സമയത്ത് ഞാൻ ജോലിക്ക് കയറിയത്. പിന്നെ അവള് അത്യാവശ്യം വലിയ കുട്ടിയായിരുന്നു, 9 months ആയി. അപ്പം അങ്ങനെ ഒരു നാഗിങ് ഫീലിംഗ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞങ്ങൾക്കും ഹെൽപ്പ് ആ സമയത്ത് കിട്ടിയായിരുന്നു. എന്റെ മദർ ഇൻ ലോ വന്ന് നിന്ന്, പിന്നെ അമ്മയുടെ സിസ്റ്ററൊക്കെ വന്ന് നിന്ന്. അപ്പൊ എവിടെയും ഡേ കെയറിലൊന്നും വിടേണ്ടി വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ ഉടനെ കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് രതീഷ് വർക്ക് ഫ്രം ഹോം ആയി. എന്റെ ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ മൈൻഡ് കണ്ടീഷനിങ് പലപ്പോഴും ഒരു ഫാക്ടറാണ്. ഇപ്പം എന്റെ വീട്ടിലും ഈ ജോലി ചെയ്യണം അങ്ങനെ ഭയങ്കരമായിട്ട് ഊന്നി പറഞ്ഞില്ലെങ്കിൽ പോലും പഠിപ്പിക്കുന്നത് ജോലി ചെയ്യാനാണ്. വൺ ഡേ ഞാനത് ചെയ്തിരിക്കും. അതൊരു ലൈഫിലെ പാർട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു. ഇവൻ നമ്മുടെ നാട്ടിലൊക്കെ ഈ ജാതകം ഹിന്ദുക്കൾ പ്രത്യേകിച്ച് നോക്കത്തില്ല. അപ്പൊ എന്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് 23 വയസ്സിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ 8 years കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ എന്തോ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. 21 വയസ്സ് കല്യാണം കഴിച്ചില്ല? അതാണ്. അപ്പൊ ആ 23ക്ക് മുമ്പ് കല്യാണം കഴിച്ചില്ലെങ്കിൽ അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. ഫാമിലിയിലൊക്കെ നോക്കുന്ന ഒരു കാര്യം. 23-ലൊക്കെ കെട്ടിക്കണ്ടേ. പക്ഷെ എന്റെ അച്ഛൻ അതൊന്നും നോക്കിയൊന്നുമില്ല. സമയമാകുമ്പോ അത് നടക്കും. അപ്പൊ എന്നെ ആ ഒരു പേര് പറഞ്ഞ് എന്നെ നേരത്തെ കെട്ടിച്ചു വിട്ടില്ല. കാര്യം പഠിച്ച് ജോലി ചെയ്യട്ടെ എന്നുള്ളതാണ്. ഞാൻ 29-ലാണ് കെട്ടിയത്. അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രാധാന്യം ഒന്നും കൊടുത്തില്ല. ജോലി ചെയ്ത് ഞാൻ 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ അത് ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്തൊരു പാർട്ടാണ് ജോലി ചെയ്യണം എന്നുള്ളത്. പിന്നെ അപ്പൊ അത്രയും വലിയൊരു ഗ്യാപ്പ് വന്നപ്പോ അതൊരു നാഗിങ് ഫീലിംഗ് ആയിരുന്നു. മനസ്സിലായി, ജോലി കിട്ടിയപ്പോ ഭയങ്കര ഒരു റിലീഫ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നിയില്ല. പക്ഷെ എനിക്കൊരു ഇടയ്ക്കൊരു കമ്പാരിസൺ വന്നു. കാര്യം എന്താ വെച്ചാല് ഫസ്റ്റ് ഡോട്ടർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വർക്കിംഗ് അല്ലായിരുന്നു. സെക്കൻഡ് വണ്ണിന് ഞാൻ വർക്ക് ചെയ്ത്. അപ്പം ഞാൻ യാദൃശ്യമായി നമുക്ക് ഗൂഗിൾ മെമ്മറീസിൽ ഇങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസും വരത്തില്ലേ. അപ്പൊ വേദയുടെ 6th ബർത്ത്ഡേക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ട്രഷർ ഹണ്ട് ചെയ്തു. ഒളിപ്പിച്ചു വെച്ചിട്ട് ക്ലൂസ് അവൾ ഇങ്ങനെ വായിക്കും. അപ്പൊ 6 വയസ്സ്. അപ്പൊ ഞാൻ നോക്കാൻ നേരത്ത് അവള് ക്ലൂസ് ഇങ്ങനെ റീഡ് ചെയ്യുന്നു, സെന്റൻസ് റീഡ് ചെയ്യുന്നു. പെട്ടെന്ന് എനിക്കൊരു കമ്പാരിസൺ വന്നു, നിവേദ അത്ര ആയിട്ടില്ലല്ലോ. അപ്പം ഒരു ഗിൽറ്റി ഫീൽ അന്നേരം വന്നു. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് അവളെ കൂടുതലൊക്കെ ഞാൻ അതിലൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചു. അപ്പോഴാണ് ആക്ച്വലി ഞാൻ പറഞ്ഞ ഞാൻ ജോബ് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ കുറച്ചുകൂടെ ഒരു ലേറ്റ് ബാക്ക് ഒരു ജോബ് എടുത്ത് എനിക്ക് മോർ ടൈം കിട്ടി. അപ്പൊ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് മാറി. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ ഞാൻ അന്നേരം എടുത്തു. അപ്പൊ അതും അങ്ങ് മാറി. അല്ലാതെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു മോം ഗിൽറ്റ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഈ സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബേൺ ഔട്ട് ആകാതെയും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ, നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാലല്ലേ ചുറ്റുമുള്ള ഒരു സന്തോഷത്തോടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ സെൽഫ് കെയറിന്റെ ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം വർക്ക് ലൈഫ് ബാലൻസിൽ. താങ്ക് യു വെരി മച്ച് അഞ്ജു ഫോർ ജോയിനിങ് വിത്ത് മീ.
താങ്ക് യു ഡിസ്നി. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. വാട്ട് എവർ യു ആർ ഡൂയിങ് ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. നീ നിന്റെ പാഷൻ ഇങ്ങനെ കൊണ്ടുപോവുക. യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. താങ്ക് യു.